ഞാനിപ്പോൾ നാട്ടിലാണ്. കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ച ശേഷം ഒന്നിനും ഗ്യാപ്പ് കിട്ടിയില്ല. ഇത് മേജർ ഇവൻ്റ് ആയ വെഡ്ഡിങ്ങിനുള്ള പ്രിപ്പറേഷൻസ്, വെഡ്ഡിങ് ഡേൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദിസ് ഈസ് ദി പ്രീവിയസ് ഡേ ഓഫ് ദി വെഡ്ഡിങ്. ഞങ്ങളിപ്പോൾ വെഡ്ഡിങ് പ്രിപ്പറേഷൻസിലാണ്. കളക്ടിങ് സാരി ഫോർ അയണിങ്, ബ്ലൗസസ്, ഇങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് അതിനുള്ളതിലാണ്. എൻ്റെ കൂടെ ഗീതുണ്ട്, ലച്ചുണ്ട്, രാഗി ചേച്ചിയുണ്ട്. അപ്പോൾ സ്റ്റേറ്റ്യൂൺഡ്. കുറച്ചായിട്ട് എവിടെയെങ്കിലുമൊക്കെ എടുക്കാൻ ഞാൻ ട്രൈ ചെയ്യുമായിരിക്കും. ചാട് വിളിക്കണേ. ഞങ്ങളിപ്പോൾ ഉള്ളത് പെരിഞ്ഞത്താണ്. എൻ്റെ അച്ഛൻ്റെ വീടാണ് ഇവിടെ ഉള്ളത്. അനീഷേട്ടൻ്റെ ആണ് വെഡ്ഡിങ്. അനീഷേട്ടൻ എൻ്റെ വല്യച്ഛൻ്റെ മോനാണ്, വല്യമ്മയുടെ മോനാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ നല്ല മഴയായിരുന്നു രാവിലെ. റോഡൊക്കെ ഫുള്ളി ക്ലോഗ്ഡ് ആണ് വെള്ളം കാരണം. ഞാൻ കുറച്ച് കാണിച്ചു തരാം. ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മുടെ വീട്ടിലെ ഒഫീഷ്യൽ ഡ്രൈവർ. ചേച്ചി ഇല്ലെങ്കിൽ എവിടേക്കും പോക്കൊന്നും നടക്കൂല. ഞങ്ങളങ്ങനെ കുറച്ച് ലാസ്റ്റ് മിനിറ്റ് ഫാൻസി സ്റ്റോർ ഐറ്റംസ് ഒക്കെ മേടിച്ചു. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഓ താഴെയാണോ? നൈസ്. ഞാൻ പറഞ്ഞില്ലേ ചിരി തുടങ്ങിയാൽ നിർത്തില്ല. ഇപ്പൊ സമയം 2:02. അപ്പൊ ഞങ്ങള് ലഞ്ച് കഴിക്കാനിരുന്നു. അകത്ത് ഫുൾ ആയതുകൊണ്ട്, ഫുൾ ഹൗസ് ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തിരിക്കാണ്. അതെ, അത്യാവശ്യം പന്തലൊക്കെ ഇട്ട് സെറ്റായി. എന്തൊക്കെയാണുള്ളത് ഫുഡ് പറയൂ? ചോറ്, യെല്ലോ കറി. എന്റെ പേരെന്തായിരുന്നു? മാമ്പഴ പുളിശ്ശേരി, ക്യാബേജ് ഉപ്പേരി. ക്യാബേജ് ഉപ്പേരി നിനക്ക് കിട്ടില്ല? ഇല്ല. ക്യാബേജ് ഉപ്പേരി, പയറുപ്പേരി, അച്ചാർ, പപ്പടം. ഇതാണ് ഞങ്ങളുടെ കല്യാണ ചെക്കൻ. കുതിരവട്ടത്തുനിന്ന് ചങ്ങല പൊട്ടിച്ച് വന്നാന്ന് വിചാരിക്കും. ഇവിടെ നടക്കാം. ഇതേ പാക്കറും തവള വെള്ളത്തിൽ കൂടെ പോകുന്നു. നീ പോയത് അങ്ങനെയായിരുന്നു, നടന്നത് അങ്ങനെയായിരുന്നു. വണ്ടി ആ ബ്ലൈൻഡ് ആയ പോലെ നിൽക്കാം. ഞങ്ങളപ്പോ ഇപ്പൊ ബ്ലൗസ് കളക്ട് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഇരിഞ്ഞാലക്കുടിയിലുള്ള ഒരു ചേച്ചിയുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രാവശ്യം ചെയ്യിപ്പിച്ചതായിരുന്നു, പക്ഷെ അത് ഭയങ്കര ബോറായി പോയി. അപ്പോൾ ഞാനിവിടെ രണ്ടാമത് കൊടുത്തിരിക്കുക. നാളെയാണ് കല്യാണം, ഇന്ന് കളക്ട് ചെയ്യും. കറക്റ്റ് സൈസൊക്കെ ആയാൽ മതിയായിരുന്നു. നല്ല ഭജന ചൊല്ലുന്ന പോലെ ഉണ്ട് പുറത്തുനിന്ന് കേൾക്കുമ്പോ. ഭജന ചൊല്ലുന്ന പോലെയല്ലേ? അങ്ങനെ ഞാനും വിജിത്തേനൊക്കെ റെഡിയായി. പക്ഷെ ഞങ്ങൾക്ക് ഫംഗ്ഷൻ ഇപ്പം തന്നെ പോകാൻ പറ്റില്ല. കാരണം എൻ്റെ കാലിലൊരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പെട്ടെന്ന് പോയി വിസിറ്റിന് പോയിട്ട് വരാനാണ്. സോ ഐ എം മിസ്സിങ് ഔട്ട് ഓൺ ദ ഇനീഷ്യൽ. പക്ഷെ അവിടെ എല്ലാം സെറ്റായി വരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. അരമണിക്കൂറിൽ തിരിച്ചു വരാമെന്ന് വിചാരിക്കണം. സക്സസ്ഫുള്ളി ഓൺ ടൈം തിരിച്ചെത്തി. ഇപ്പോൾ ഈ നടക്കുന്ന സെറിമണിയാണ് ദക്ഷിണ കൊടുക്കൽ സെറിമണി. വേർ ദ ഗ്രൂം ഓർ ദ ബ്രൈഡ് അവരുടെ മുതിർന്നവരായിട്ടുള്ളവർക്ക് ദക്ഷിണ കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിക്കും. ഇവിടെ ഉണ്ടായിരുന്നോ?
മധുരം പകരും ഒരു പിടി നിമിഷവുമായി പെട്ടെന്ന് അതിർത്തിയിലാണെന്ന് മൺചിരാതിന്റെ ചുണ്ടിലേറുന്ന കാലെ കണ്ടാവോ ഇവരെ ഞാൻ പിന്നെ ഈ തെരുവിനോരങ്ങളിൽ ബായ്. അപ്പൊ നാളെ കെട്ട് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? യെസ്. താലിക്കെട്ട് പാലക്കാടായതുകൊണ്ട് നമ്മൾ അനീഷേൻ്റെ തലേദിവസം തന്നെ പാലക്കാടേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ഫൈനലി ദ ബിഗ് ഡേസ് ഹിയർ. ആൻഡ് ഞങ്ങൾ നേരത്തെ എണീറ്റു. ആൻഡ് ഞാൻ 4 മണിക്ക് എണീറ്റു. കാരണം കുളിക്കണം, തലമുടി ഉണക്കണം, ഡ്രസ്സപ്പ് ചെയ്യണം, സാരി ഉടുക്കണം. ഒരു വലിയ ചടങ്ങ് തന്നെയാണ്. ഇതെല്ലാം കഴിഞ്ഞ് പാലക്കാടാണ് വെഡ്ഡിങ്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ 1 by 1 ഞങ്ങളെല്ലാം പെട്ടെന്ന് റെഡി ആവാൻ തുടങ്ങി. ഗീതു ഓൾ സെറ്റ്. എൻ്റെ ഇനി മറ്റേ ചെയ്യണോ? ഇതിനെന്താ പറയാ? മാട്ടി സെറ്റ് ചെയ്യണം, മുടി സെറ്റ് ചെയ്യണം, സാരി സെറ്റ് ചെയ്യണം. എൻ്റെ സാരി കാണിച്ചു കൊടുക്കും. അയ്യോ, മൈ ഹാൻഡ്. Did you bring your tripod? No. ട്രൈപോഡ് 2 ദിവസം കൊണ്ട് തടിച്ചാ? തടിച്ചു. എടുത്ത സമയത്ത് ഈ വണ്ണം ഉണ്ടായില്ല. അത് നോക്കിയിട്ട് ഞാൻ എടുത്തത്. അങ്ങനെ എല്ലാവരും റെഡിയായി. നമ്മളിവിടെ നിന്ന് ലീവ് ചെയ്യാൻ പോകുന്നതിന് മുമ്പുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ് ഈ കാണുന്നത്. ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, ഡാൻസ് കളിക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഭയങ്കര ബിസി. पारुल वो कह रहा था मैं साड़ी भूल गया। आपका इधर पहना देते हो? ഒന്നും മൊഴിയാനില്ലേ? പെരിഞ്ഞനത്ത് നിന്ന് പാലക്കാട്ടേക്ക് എത്താനുള്ള ഒരു ഡിസ്റ്റൻസ് കുറച്ചുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അറൗണ്ട് 1 to 2 hours എടുത്തു അവിടെ എത്താൻ വേണ്ടിയിട്ട്, ഇഫ് ഐ റിമെമ്പർ ദ ടൈം കറക്റ്റ്ലി. സത്യം. അല്ലെങ്കിൽ വൈറ്റ് നല്ല ഭംഗിയാണ്. നേരത്തെ പറയണ്ടായിരുന്നു, ഞാൻ പപ്പടം തേച്ചു.
വീഡിയോ ഈ വണ്ടി ആയിട്ടാണ് നിങ്ങളൊക്കെ നടന്നു പോണേ? അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീടെത്തി. അല്ല അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീടെത്തി. ഇനി ഞങ്ങള് കുറച്ച് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ മാറ്റാം അല്ലേ. പിന്നെ അവര് വരും, അവർ രണ്ടുപേരും വീട്ടിലേക്ക് വരും. അപ്പൊ വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊന്ന് റൂമൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുഞ്ഞു എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഓക്കെ. ഈ ഡ്രസ്സൊക്കെ മാറ്റി അഴിച്ചു കളഞ്ഞാലോ എന്ന് വിചാരിക്കുകയാണ്. ചൂടെടുത്തിട്ട് വയ്യാം. അപ്പോൾ ഇപ്പോൾ പൂവ് മേടിക്കുമ്പോൾ ഞാൻ രാജിച്ചും പോവാണ്. പക്ഷേ പൂവ് ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് സ്റ്റോക്ക് മുല്ലപ്പൂ ഉണ്ടായിരുന്നു. പക്ഷേ റോസ് ഇല്ല. റോസാണ് കുഞ്ഞ് ഡെക്കറേഷൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ റോസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി റോസ് മേടിക്കാൻ പോകാം. ഓൺലി ഹാഫ് ആൻ അവർ മോർ ടിൽ ദേ കം. നോക്കാം, പെട്ടെന്ന് പോയി മേടിച്ചുകൊണ്ട് വരാനുള്ള പ്ലാനാണ്. ഇവിടെ ആണെങ്കിൽ അത്യാവശ്യം മഴക്കാറും കാണുന്നുണ്ട്. അവർ കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അല്ലേ? നോക്കാം, മഴ പെയ്യാണ്ടിരിക്കട്ടെ. ഓൺലി ഹാഫ് ആൻ അവർ മോർ. അവിടെ ഗീതും ലച്ചുമൊക്കെ ഏകദേശം കുറച്ച് ഡെക്കറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് കൂടി മേടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞതുകൊണ്ട് പൂക്കൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഒപ്പിച്ച് ഞങ്ങളിതാ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പോകുന്നു മൈ മമ്മി ആൻഡ് മൈ മമ്മി ഇൻ ലോ. അമ്മ ആൻഡ് മമ്മി. അങ്ങോട്ട് പോയാ എന്താ ലച്ചു റോസ് പിടിച്ച് നല്ല ശീലം തോന്നണു. മേടിച്ചും പിടിച്ചും തിരിച്ചു വാങ്ങിച്ചിട്ടാ. ഓ അതന്നെ പറഞ്ഞു റോസ് മേടിച്ചിട്ടെന്ന്. അല്ലാണ്ട് കടയിൽ നിന്ന് മേടിക്കണ കാര്യമല്ല പറഞ്ഞത്. കുരുതിയാണ് ഉണ്ടാക്കിയത്. കുരുതിയല്ല ഗുരുതി. ഇവിടെ പാട്ട് വെച്ചു എല്ലാം ഗീത ഒറ്റ കഴിഞ്ഞു. തളിക ന്യൂ വേർഡ് ഓഫ് ദ ഡേ. വല്യമ്മ. വല്യമ്മ ഇസ് ദ എൽഡസ്റ്റ് മെമ്പർ, സിസ്റ്റർ ഓഫ് ദി ഫാമിലി. ഇങ്ങനെ കാണിച്ച വല്യമ്മ ഇങ്ങനെ കാണിക്കുന്നു. തംസ് അപ്പ്, തംസ് അപ്പ്. അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കും. അങ്ങനെ ഒന്നും കാണിക്കണ്ട. എന്നാ നിങ്ങളുടെ കാര്യത്ത് എന്താ കാണിക്കുക? ഫ്ലൈങ് കിസ് കൊടുക്കൂലേ? അപ്പോഴും ഫ്ലൈങ് കിസ് ഞാൻ കൊടുക്കാം. എന്നോടാണ് കളി. നല്ല ശീലം ഉണ്ടോ തോന്നുന്നു. അങ്ങനെ ഓരോരുത്തരും അവിടെ നിന്ന് തിരിച്ചെത്തി തുടങ്ങി. എൻ്റെ ഇത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു താലം പിടിച്ച് ഒരു ബ്രൈഡിനെ വീട്ടിൽ കയറ്റുന്നത്. ഇത്രയും നാളും ഒന്നിലേക്ക് അങ്ങനെ കണ്ടു നിന്നിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വെഡ്ഡിങ്ങിന് ഞാനായിരുന്നു കയറിയത്. അത് മാത്രമേ എനിക്ക് പരിചയമുള്ളൂ. അതുകൊണ്ട് ഇതെനിക്ക് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. മൃദു ചെക്കൻ ഞാനാണ്. സ്റ്റെപ്പ് നോക്കട്ടോ.
സ്റ്റെപ്പ് അവിടെ പടിയുണ്ട്, അവിടെ പടിലോട് നോക്കാം, പടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ ഗീതുവിന്റെ നമ്മള് 15 കൊല്ലത്തിനുള്ളിൽ കാര്യമായിട്ടൊന്നുമില്ലെങ്കിലും അങ്ങനെ പാതിരാത്രി സമയം എത്രയായി? ഞാൻ വേറൊരു അവസരം കുറേയായി സമയം വളരെ മോശമാണ്. ഏകദേശം 9 മണിയായി. ബ്രൈഡ് ഈസ് സേഫ്, ഷീ ഈസ് സേഫ് ഹിയർ. ബ്രൈഡിനും ഫുഡ് കഴിക്കുന്നു. ഇതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുന്നു. ഇതിന് കിടന്നുറങ്ങുന്നു. ബാക്കി നാളെ ഇടാം. അതാ അതാ ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ കരയല്ലേ കണിയല്ലേ. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റിസപ്ഷൻ ഡേയിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ രാവിലെ എണീറ്റ് തറവാട്ടി പോയി ഭക്ഷണമൊക്കെ കഴിച്ചു. പാട്ടിടേണ്ടി വരും. ഏത് വരില്ലേ? ഇത് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. എന്ത് പറ്റണം? ഹൈനാസിന്റെ ചിരി കണ്ടിട്ടുണ്ടോ? അതുപോലെ നിങ്ങളുടെ ചിരി. If you ask me which is the favorite outfit of mine during the whole wedding, it would be this particular one. കാരണം സ്കേർട്ട് ആൻഡ് ടോപ്പാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ട് നടക്കാം. And just for the day. ഔട്ട്ഫിറ്റ് ചെക്ക് വേണോ ഇത്? ഹായ് വല്യമ്മ. ഹായ് ചിറ്റ. ഹായ് രേഖ ചേച്ചി. ഹായ് അമ്മായി. ഹായ് അമ്മ. അമ്മ മാത്രം റെസ്പോണ്ട് ചെയ്തുള്ളൂ. ഇല്ല ഇല്ല ഇല്ല, വെറുതെ പറഞ്ഞ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്.
ഹായ്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു, കല്യാണമൊക്കെ അടിച്ചു പൊളിച്ചു. എല്ലാവരും അവരവരെ വീട്ടിൽ പോയി. ഇപ്പോൾ ഞങ്ങളിപ്പോൾ പോസ്റ്റ് വെഡ്ഡിങ് മൂഡിലാണ്. കാര്യമായിട്ട് പണിയൊന്നുമില്ല, ജസ്റ്റ് എൻജോയ് ചെയ്യുന്നു ഈ ചിൽ ടൈം. ഇപ്പോഴാണ് ഞാനൊന്ന് ആക്ച്വലി വെറുതെ ഇരിക്കുന്നത്. ഇത്രയും ദിവസം ഓട്ടോ ആയിരുന്നു. കുറേ വിചാരിച്ച പോലെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഇന്ന് ഒരു മൂവിക്ക് പോവാണ്. അയ്യോ, ബിജു മേനോൻ്റെ ആസിഫ് അലിയുടെ ഒരു പടം ഉണ്ടല്ലോ പുതിയത്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ എൻ്റെ അല്ല അനീഷ് ചേട്ടൻ്റെ വെഡ്ഡിങ് വ്ളോഗ് അവസാനിപ്പിക്കുന്നു. സ്റ്റേ ട്യൂൺ ഫോർ മൈ നെക്സ്റ്റ് വ്ളോഗ് വിച്ച് ഈസ് പ്രിറ്റി എക്സൈറ്റിംഗ് ബിക്കോസ് ഇറ്റ്സ് എ ട്രാവൽ വ്ളോഗ്. അപ്പോൾ അന്ന് കാണാം. ബൈ. ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.